ഹലോ ഗൈസ്, വീട്ടിൽ കുറച്ച് വെണ്ടയ്ക്ക ബാക്കി വന്നപ്പോൾ ഞാനും അമ്മയും വിചാരിച്ചു ഇന്ന് വെണ്ടയ്ക്ക പുളി വെച്ചാലോ എന്ന്. വെണ്ടയ്ക്ക പുളി സൂപ്പറല്ലേ ഗൈസ്, ചോറിന് അത് മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ വേഗം കഴിഞ്ഞെടുത്ത് കിച്ചണിലേക്ക് പോയി. അപ്പോൾ അമ്മ മൂത്ത വെണ്ടയ്ക്കൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെണ്ടയ്ക്കൊക്കെ അമ്മ കഴുകി മാറ്റി വയ്ക്കണ്ടായിരുന്നു. പിന്നെ അത് കട്ട് ഇൻറ്റു സ്മോൾ പീസസ് ആക്കിയിട്ട് അമ്മ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി ഒന്ന് വഴറ്റി വരണം, എന്നാലേ ആ ഒരു കറിക്ക് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അമ്മ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അമ്മ ഈ വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഞാനും ഇടയ്ക്കൊന്ന് വഴറ്റാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നന്നായി വഴറ്റണേ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു കറിക്ക് ഈ വെണ്ടയ്ക്ക വഴറ്റിലാണ് കേട്ടോ അതിൻ്റെ മെയിൻ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് വഴറ്റാതെ തന്നെ നമുക്ക് കറിക്ക് പകുതി ടേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് വഴറ്റി വരുന്ന ഇടയ്ക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി തേങ്ങ, ഉലുവ, ജീരകം, ചെറിയുള്ളി, പിന്നെ പുളി നമ്മൾ കുറച്ച് മുൻപ് തന്നെ വെള്ളത്തിലിട്ട് കുറച്ച് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക വഴറ്റിയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് പൊടി കരിയാണ്ട് നോക്കണം. പൊടി കരിയാണ്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കാം. പിന്നെ പൊടിയുടെ പച്ചമുളക് മാറി വന്ന് അരിക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടിയും കുറച്ച് ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി വെള്ളം വേണേൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചും വെള്ളവും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട ശേഷം പിന്നെ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് തിളപ്പിച്ച് വെച്ചാൽ നമ്മുടെ കറി ഇവിടെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. ഇനി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുകിടുക. കടുക് കൂട്ടി വന്ന ശേഷം ഉള്ളി ഇടുക. ഇവിടെ നമ്മൾ സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുള്ളി ഉണ്ടായിരുന്നില്ല. അതിന് കപ്പൽമുളക് ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ കപ്പൽമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് ഇടാണ്ടായിരുന്നത്. പിന്നെ ഉള്ളിലേക്ക് നല്ലൊരു ബ്രൗണിഷ് കളറായി വന്ന് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ട്രൈ ചെയ്യാത്ത ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി കറിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ അതായിരിക്കും ബൈ.